ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടും സൗകര്യപ്രദമായിട്ടും ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ചെയ്തെടുത്തിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ്. ഇതിൻ്റെ കിച്ചൺ ടൂർ ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫുള്ളായിട്ടുള്ള ഹോം ടൂർ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഹോം ടൂറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2900 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വീടുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പുലാമന്തോളിനടുത്തായിട്ടാണ്. അപ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയർ നല്ല പർഗോള ഡിസൈനും അതുപോലെ തന്നെ പ്രൊജക്ഷൻ വർക്കെല്ലാം ചെയ്തിട്ട് മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂ കളർ തീമിലാണ് ഹൈലൈറ്റഡ് പോർഷൻസ് എല്ലാം ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഈ ഒരു വശത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻബിൽട്ടായിട്ട് ചെടികളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുത്തത് കാണാം. അതിൻ്റെ താഴെ നിന്നും മുകളിൽ വരെ ഇതുപോലെ നല്ലൊരു ഷോവാൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. മുകളിലും അതേ രീതിയിൽ തന്നെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ മുകൾ ഭാഗത്തായിട്ട് പർഗോള ഡിസൈൻ കൊടുത്ത് അതിലൊക്കെ ലൈറ്റുകളൊക്കെ കൊടുത്ത് അതിൻ്റെ മുകളിൽ ഗ്ലാസ് റൂഫൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീളത്തിലുള്ള ഓപ്പൺ സിറ്റ് ഔട്ടായിട്ടാണ് സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പുകളിൽ ബ്ലാക്ക് ഗ്രാനൈറ്റും അതുപോലെ തന്നെ ഫ്ലോറിൽ ഒരു ടൈലുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് കളർ തീമിൽ വരുന്ന ടൈലാണ്. ഇറ്റാലിയൻ മാർബിളിൻ്റെ ആ ഒരു രീതിയിൽ വരുന്ന ടൈലാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 പില്ലറുകളാണ് ഇവിടെ വരുന്നത്. പില്ലറുകളെല്ലാം സിമ്പിൾ ഡിസൈനാണ്. പെയിൻറ്റ് വർക്ക് കൊണ്ടാണ് ഈ ഒരു പില്ലറുകൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു മരത്തിൻ്റെ അതേ ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ വിശേഷങ്ങൾ കണ്ടു നോക്കാം. ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ വാള് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു പാനലിംഗ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു നീളത്തിൽ ഫുള്ളായിട്ട് ഈ ഒരു വാളിലുള്ള പാനലിംഗ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു എൻഡ് വരെയും ആ ഒരു വാളത്തെ പാനലിംഗ് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇൻബിൽട്ടായിട്ടുള്ള ഇരിപ്പിടങ്ങളൊന്നും സിറ്റ് ഔട്ടിൽ വരുന്നില്ല. ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ലോങ് ചെയർ ഇവിടെ ഇരിപ്പിടമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഫ്ലോറിങ് ഒരു ഇറ്റാലിയൻ മാർബിളിനോട് സാമ്യം തോന്നുന്ന രൂപത്തിലുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. വീടിന് ഫുള്ളായിട്ട് ആ ഒരു ഫ്ലോറിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് ഫ്രണ്ട് ഡോർ വരുന്നത്. ഡബിൾ ഡോർ മെത്തേഡിൽ പ്രൊഫൈൽ വർക്കെല്ലാം ചെയ്തിട്ട് മനോഹരമായി ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡോറാണ്. ഈ ഒരു വെൽക്കം ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ളൊരു ഹാളിലോട്ടാണ്. ഇവിടെ തന്നെയാണ് സ്റ്റെയർ കേസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. പിന്നെ ഈ സൈഡിലായിട്ടാണ് ലിവിങ് റൂം വരുന്നത്. അപ്പോൾ ഇവിടെയും ഫ്ലോറിങ് സെയിം തന്നെയാണ് കേട്ടോ. വീടിന് ഫുള്ളായിട്ട് ഈ ഒരു ഫ്ലോറിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് വളരെ മനോഹരമായിട്ട് ഗ്ലാസ് റെയിലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് നമുക്ക് കാണാൻ കഴിയും. അവിടെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു പാർട്ടീഷൻ വാൾ വരുന്നുണ്ട്. അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. ലിവിങ് റൂമായിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഇവിടെ എല്ലാം നിറയെ വിൻഡോസ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവർ. വിൻഡോസ് നന്നായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ നന്നായിട്ട് വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ വീടിൻ്റെ ഉള്ളിൽ. പകൽ സമയത്തൊന്നും നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യം പോലും വരുന്നില്ല. അതുപോലെ ലൈറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കർട്ടൻ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവർ ഇപ്പോൾ ഈ ഒരു അടുത്താണ് വീട് ഇരുന്നിട്ടുള്ളത്. കുറച്ച് വർക്കുകളൊക്കെ പെൻഡിങ് ഉണ്ട്. പിന്നെ മുകൾ ഭാഗം ഇങ്ങനെ സിമ്പിളായിട്ട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് സീലിംഗ് വർക്കൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ലിവിങ് ഏരിയയിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് ഈ ഭാഗത്തു നിന്നാണ് കേട്ടോ. സ്റ്റെയർ കേസൊക്കെ വരുന്ന ഈ ഒരു ഭാഗം നമ്മൾ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് കയറിൻ്റെ വലതുവശത്തായിട്ടാണ് ലിവിങ് റൂം കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ഭാഗമാണെങ്കിലും ഒക്കെ നന്നായിട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് റെയിലിങ്ങും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ആ ഒരു സ്റ്റെയർ കേസ് കാണാൻ. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ വാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്ലാന്റ്സും അതുപോലെ ഷോ പീസുകളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്തൊരു സ്റ്റോറേജും കൂടെ വരുന്നുണ്ട്.
വൈറ്റ് ആൻഡ് വുഡൻ കളർ തീമിൽ നല്ല മനോഹരമായി തന്നെ അവർ പാർട്ടീഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആ ഒരു പർഗോള വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഉൾവശത്ത് നന്നായിട്ട് വെളിച്ചം കിട്ടുന്നത്, വീടിൻ്റെ ഉൾവശത്ത്. പിന്നെ ഒരു പാർട്ടീഷൻ്റെ ഇപ്പുറത്തായിട്ടാണ് ഡൈനിങ് ടേബിളും ചെയറുകളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ടേബിളും ചെയറുകളുമാണ് ഇവിടെ ഉള്ളത്. ഗ്ലാസ് ടോപ്പോട് കൂടിയിട്ടാണ് ആ ഒരു ഡിജിറ്റൽ വർക്ക് ചെയ്തിട്ടുള്ള ഗ്ലാസ് ടോപ്പോട് കൂടിയിട്ടുള്ള ടേബിളാണ് ചെയ്തിട്ടുള്ളത്. ചെയറുകളാണെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനിലുള്ള ചെയറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ഫർണിച്ചർ വർക്കുകൾ ചെയ്തിട്ടുള്ള ആളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു സൈഡിൽ ഇതുപോലൊരു ഡോറ് കാണാൻ കഴിയും. അത് പുറത്തോട്ടൊരു പാഷ്യോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്ത് നിന്ന് അവിടോട്ടുള്ള ഡോറാണ്. അപ്പോൾ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനൊക്കെ ഉണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് പണികളൊക്കെ പെൻഡിങ് ഉണ്ട്. ഈ ഒരു ഭാഗം കണ്ടില്ലേ, മുകളിൽ ഇതുപോലെ പർഗോള കൊടുത്തിട്ട് ഗ്ലാസ്സാണ് അവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അവിടെയും നല്ല ഭംഗിയിൽ ലൈറ്റുകളൊക്കെ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വീടിൻ്റെ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ടേബിൾ കഴിഞ്ഞ ആ ഒരു ഏരിയ കാണുന്ന ഭാഗത്ത് വാഷ് ബേസിൻ യൂണിറ്റും അവിടെ തന്നെയാണ് വരുന്നത്. ഒരു ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിൽ കാണുന്ന ഡോറാണ് കേട്ടോ കിച്ചൻ്റെ ഡോറ്. അതിൻ്റെ തൊട്ടടുത്ത് വാഷ് ബേസിൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ തന്നെ നല്ലൊരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അവിടെയും നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ട് നമുക്ക് ഷോ പീസുകളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു മിറർ യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തൊക്കെ നല്ല സ്റ്റോറേജ് ഫെസിലിറ്റിയും കൂടെ വരുന്നുണ്ട്. ഈ ഒരു ബേസിന് നമ്മുടെ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അതിൽ നിങ്ങൾക്ക് പേര് കാണാൻ കഴിയും. ആംബിറ്റിൻ്റെ പ്രോഡക്റ്റാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു വാഷ് ബേസിൻ യൂണിറ്റിൻ്റെ ഈ ഒരു ഭാഗത്തോട്ടായിട്ട് ഒരു പാസേജ് കാണാൻ കഴിയും. ഇവിടെയാണ് ഇവിടുത്തെ ബെഡ്റൂമുകൾ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂമിൻ്റെ ഡോറ് വരുന്നത്. ഈ ഒരു പാസേജിലായിട്ട് ഒരു ഫോൾഡിങ് ടേബിൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അയൺ ടേബിളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, സ്റ്റഡി ടേബിളായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അയൺ ചെയ്യാനുള്ള ഒരു പ്ലഗ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കാണുന്ന ഡോറാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം. അങ്ങനെ 2 ബെഡ്റൂമുകളാണ് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് കാണാം. ഇവിടെ ബെഡ്റൂമിൻ്റെ ഉള്ളിലാണെങ്കിലും ഫ്ലോറിങ് സെയിം തന്നെയാണ് കേട്ടോ. നമ്മൾ ബാക്കി ഭാഗത്തെല്ലാം കണ്ടിട്ടുള്ള സെയിം ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു കിഡ്സ് ബെഡ്റൂമിൻ്റെ ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. മുകളിൽ സിമ്പിളായിട്ട് സ്പോട്ട് ലൈറ്റുകൾ മാത്രം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു സ്റ്റഡി ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് സെറ്റിങ്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു വശത്തോട്ടായിട്ടാണ്. അത് ഗ്രേ ആൻഡ് വുഡൻ കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുള്ളത് ടെക്ടോണിക് സ്പേസ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമാണ്. അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫർണിച്ചർ ചെയ്തവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ അതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ബാത്റൂമിൻ്റെ ഉൾവശം കൂടെ ഒന്ന് കണ്ടു നോക്കാം. ലെവൽ സെപ്പറേഷൻ എല്ലാം ചെയ്തിട്ട് ആണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ചെറുതായിട്ടൊന്ന് ലെവൽ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊരു വാഷ് ബേസിൻ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ളൊരു കളർ തീമിലുമാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂം കണ്ടു നോക്കാം. ഈ ഒരു പാസേജിൻ്റെ ഇടതുവശത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ ബെഡ്റൂമിലോട്ട് കയറുന്ന ഒരു പാസേജിൻ്റെ ഭാഗത്ത് തന്നെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറാണ് ഈ കാണുന്നത്. എന്നിട്ട് അതിൻ്റെ ഉൾവശത്തോട്ടായിട്ടാണ് ബെഡ്റൂമിൻ്റെ ആ ഒരു കട്ടിലിൻ്റെ ഭാഗമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലും സൈഡ് ടേബിളെല്ലാം വരുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു കട്ടിലാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നിറയെ വിൻഡോസ് വരുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ ബെഡ്റൂമിലോട്ട്. പിന്നെ ഇവിടെയും ഈ ഒരു വാളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷോ പീസുകളൊക്കെ വെക്കാം. ഈ ഒരു ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് സെറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ്. വാർഡ്രോബിനോട് ചേർന്ന് തന്നെ നല്ലൊരു ഡ്രസ്സിങ് യൂണിറ്റ്, ഒരു മിറർ യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്.
കളർ തീം സെയിം ആ ഒരു ഗ്രേ ആൻഡ് വുഡൻ കളർ തീം തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ആ ഒരു മിറർ യൂണിറ്റ് അതിനോട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് യൂണിറ്റായിട്ട്. പിന്നെ ഇവിടെ കട്ടിലിൻ്റെ ആ ഒരു സൈഡിലും ഇങ്ങനെ സൈഡ് ടേബിൾ നല്ല സൗകര്യപ്രദമായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി എന്തായാലും ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ കളർ തീമിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു പിങ്ക് ഷെയ്ഡും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ്. ഇവിടെയും ആ ഒരു ലെവൽ സെപ്പറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ യൂണിറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ചെറുതായിട്ടൊന്ന് ലെവൽ സെപ്പറേഷൻ ചെയ്തിട്ടാണ് വേർതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി 2 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. അത് വരുന്നത് അപ്സ്റ്റെയറിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. സ്റ്റെയർ കേസ് ഇതാ ഇവിടെ ഈ ഒരു ഫ്ലോറിൽ ചെയ്തിട്ടുള്ള ആ ഒരു ടൈലും അതുപോലെ തന്നെ ഗ്രാനൈറ്റും യൂസ് ചെയ്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. സ്റ്റെപ്പുകൾ അതിലെല്ലാം ലൈറ്റുകൾ കൊടുത്ത് മനോഹരമായി തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസിൻ്റെ റെയിലിംഗ് ആണ്, ഗ്ലാസ് ആൻഡ് വുഡ് റെയിലിംഗ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് ഈ ഒരു സ്റ്റെയർ കേസ് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് സ്റ്റെയർ കേസിൻ്റെ ഡിസൈൻ കാണാനായിട്ട്. സ്റ്റെയർ കേസ് കയറിയിട്ട് നമ്മൾ നേരെ വരുന്നത് നല്ല വിശാലമായിട്ടുള്ളൊരു ഹാളിലോട്ടാണ്. ഇവിടെയും സെയിം ഫ്ലോറിംഗ് ആണ് കേട്ടോ. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെയ്തിട്ടുള്ള സെയിം മെറ്റീരിയൽ തന്നെയാണ് ഫ്ലോറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് സ്റ്റെയർ കേസ് കയറി വരുന്ന ഒരു ലാൻഡിങ്ങിൻ്റെ ഭാഗം വരുന്നത്. അവിടെയും ആ ഒരു ഗ്ലാസിൻ്റെ റെയിലിംഗ് തന്നെയാണ് തുടർച്ചയായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം. ഫ്ലോറിംഗ് എല്ലാം സെയിം തന്നെയാണ്. പിന്നെ അതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് കട്ടിൽ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തായിട്ടൊരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വാളിൽ. ഇവിടുത്തെ വാർഡ്രോബ് സെറ്റിങ്സ് എല്ലാം ഇങ്ങനെ ഒരു പ്രത്യേകം ഏരിയ കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തോട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ചുള്ളിലോട്ട് മാറിയിട്ട് ആ ഒരു ഭാഗത്ത് തന്നെയാണ് ബാത്റൂമും കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബിൻ്റെ കളർ തീം നമ്മൾ താഴെ കണ്ട അതേ സെയിം കളർ തീമാണ് കേട്ടോ. ഗ്രേ ആൻഡ് വുഡൻ കളർ തീം. അതിൻ്റെ ഒരു സൈഡിലോട്ടായിട്ടാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ബാത്റൂം ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ബാത്റൂമെല്ലാം താഴത്ത് കണ്ട ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ലെവൽ സെപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ക്ലോസറ്റ് ഈ ഒരു ഭാഗത്ത് ആ ഒരു ലെവൽ സെപ്പറേഷൻ ചെയ്തിട്ട് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഇനി ഇവിടെ അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട് കേട്ടോ. മൊത്തം 4 ബെഡ്റൂമോട് കൂടെയാണ് ഈ ഒരു വീട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ ഈ ഒരു സൈഡിലായിട്ട് കാണുന്ന ഡോറാണ്, ഈ ഒരു കോർണറിൽ കാണുന്ന ഡോറാണ് ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂം. അപ്പോൾ ജസ്റ്റ് ഇതും കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് ബെഡ്റൂമുകൾക്കെല്ലാം തന്നെ. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റൊന്നും ഇട്ടില്ലെങ്കിൽ പോലും നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല വിൻഡോസൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന രീതിയിലാണുള്ളത്. പിന്നെ ഇവിടെയും വാളിൽ ഒരു മിറർ യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് ആ ഒരു മിറർ കൊടുത്തിട്ടുള്ളത്. ഒരു ഡ്രസ്സിങ് യൂണിറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ആണെങ്കിലും ബാത്റൂമും അതുപോലെ വാർഡ്രോബും കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തോട്ടാണ്. നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു ബെഡ്റൂമിൽ അതേ രൂപത്തിൽ തന്നെ ഇങ്ങോട്ട് ഉള്ളിലോട്ട് മാറിയിട്ടൊരു സ്പേസ് കണ്ടിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കളർ തീം സെയിം തന്നെയാണ് കേട്ടോ. ഒരു വുഡൻ ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ബാത്റൂം സെയിം തന്നെ അങ്ങനെ ലെവൽ സെപ്പറേഷൻ എല്ലാം ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും വാഷ് ബേസിൻ യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. 2 ബെഡ്റൂമുകളാണ് അപ്സ്റ്റെയറിൽ വരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു ഡോറുണ്ടല്ലോ, ഇത് ഫ്രണ്ട് ഭാഗത്തെ ബാൽക്കണിയിലോട്ടുള്ള ഡോറാണ് കേട്ടോ.
നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന മുകളിൽ കാണുന്ന ബാൽക്കണിയാണ്. താഴെ കൊടുത്തിട്ടുള്ള സിറ്റ് ഔട്ടിൻ്റെ നേരെ മുകളിൽ അതേ നീളത്തിലാണ് ഈ ഒരു ബാൽക്കണി ചെയ്തെടുത്തിട്ടുള്ളത്. മുകളിൽ ഇങ്ങനെ പർഗോള ഡിസൈനൊക്കെ കൊടുത്ത് അവിടെ നല്ല ഭംഗിയിൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇരിക്കാനുള്ള ഇരിപ്പിടം കൂടെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. പില്ലറുകളും സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് അപ്സ്റ്റെയറിൽ കാണാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് ബാക്കിയുള്ളത് വീടിൻ്റെ കിച്ചൻ്റെ സൈഡാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി കിച്ചൺ കണ്ടു നോക്കാം. ഇത് ഈ ഒരു സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ താഴോട്ട് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കിച്ചൺ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കിച്ചൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കബോർഡുകളൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാം വിശദമായി തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കിച്ചൻ്റെ ഡോറ് വരുന്നത്. ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് നിന്നാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിൽ വരുന്ന ഡോറാണ്. ഇവിടെ ഒരു സിംഗിൾ കിച്ചനായിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഒരൊറ്റ കിച്ചണിൽ തന്നെ വരുന്ന രീതിയിൽ വിറകടുപ്പും എല്ലാം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. കിച്ചൻ്റെ ആ ഒരു മോഡൽ മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോർഷൻ വരുന്നത്. ഇവിടെ ഒരു ബ്ലൂ കളറിൽ അങ്ങനെ ക്യാബിനറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൻ്റെ താഴെയും മുകളിലെല്ലാം തന്നെ. പിന്നെ ഇതിന് കോമ്പിനേഷനായിട്ടൊരു വുഡൻ കളർ തീമും കൂടെ ചെയ്തിട്ടുണ്ട്. എൽ ഷേപ്പിൽ വരുന്നൊരു കൗണ്ടർ ടോപ്പാണ്. അവിടെ ബ്ലാക്ക് കളറിൽ ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫ്ലോറിങ് കുറച്ച് ഡിഫറെൻ്റാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ടൈലല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വുഡൻ കളറിൽ വരുന്ന ടൈലാണ് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ ദാ ഇങ്ങനെ ഒരു ഫോൾഡിങ് ടേബിൾ നമുക്കിവിടെ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഷോ പീസുകളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് വാഷ് ഏരിയയും അതുപോലെ തന്നെ വിറകടുപ്പൊക്കെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു സിങ്ക് വരുന്ന വാഷ് ഏരിയ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് വിറകടുപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണേണ്ടവർ ലിങ്ക് എടുത്തിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്